കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വളരെ വിഷമത്തോടു കൂടിയും എന്നാൽ ചില കാര്യങ്ങൾ പറയാതെയും നിങ്ങളോട് ഒരു വീഡിയോ എടുത്തിരുന്നു. ആ വീഡിയോ ഒരു ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ടായിരുന്നു. ഹിജാബ് എന്നൊന്നും വിളിക്കുന്നില്ല, പകരം തലയിലൊരു ഷോൾ എന്നാണ് വിളിക്കുന്നത്. അതിലെ ഒരു പിതാവ്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. പിതാവും അതുപോലെ മകളും കൂടി വന്ന് അവിടെ പ്രശ്നമുണ്ടാവുകയും ഒരു ക്രിസ്ത്യൻസ്, അതായത് ലാറ്റിൻ കാത്തലിക്കൊക്കെ നടത്തുന്ന സെൻറ്റ് റീത്താസ് എന്ന് പറയുന്ന ഒരു സ്കൂളിൽ അവിടെ അത് വലിയ പ്രശ്നമായി തീരുകയും 2 ദിവസത്തേക്ക് സ്കൂൾ അടച്ചിടുകയും ചെയ്തു. അതിന് ചുരുക്കം ഇത്രയേ ഉള്ളൂ. കാരണം ഏതാണ്ട് ജൂണിൽ വന്ന് ഇത്രയും കാലമായിട്ട് സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടി ഇത്രയും നാളും അവിടെ ഇത്തരത്തിലുള്ളൊരു വസ്ത്രം ധരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നില്ല. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന് വസ്ത്രം ധരിക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ പ്രിൻസിപ്പളൊക്കെ പറയുന്നത്. അപ്പോൾ ഈ കുട്ടിയുടെ പിതാവ് പറയുന്ന അല്ല, ഇത്രയും കാലം ഞങ്ങൾ ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെയാണ് വന്നത് എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഏത് നാട്ടിലെന്ത് പ്രശ്നമുണ്ടെങ്കിലും അവിടെ എന്തെങ്കിലും കുത്തിത്തിരിപ്പിന് സ്കോപ്പുണ്ടോ, എന്തെങ്കിലും തരത്തിലുള്ള വർഗീയമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ വിചാരിക്കുന്ന നമ്മുടെ SDPIക്കാരായിട്ടുള്ള ചില ആളുകളുമൊക്കെ ഈ കുട്ടിയുടെ പിതാവിനൊപ്പം വന്നിരുന്നു. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ചില BJP നേതാക്കളുമൊക്കെ ആ സ്കൂളിലേക്ക് വെച്ച് പിടിക്കുകയും അവർക്ക് വലിയ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇത് സ്കൂളിനെ തകർക്കാൻ വേണ്ടിയാണ്, ഈ സ്കൂളിലേക്കുള്ള കുട്ടികളുടെ നിലക്ക് അഡ്മിഷനും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തകർക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നു. ആ സ്കൂൾ എനിക്കറിയാവുന്ന ഒരു സ്കൂളാണ്. അവരങ്ങനെ യാതൊരുവിധ വിവേചനവും കാണിക്കാത്ത സാധാരണ കന്യാസ്ത്രീകളായിട്ടുള്ള ആളുകളാണ് അത് നടക്കുന്നത്. ഈ പ്രിൻസിപ്പൾ തന്നെ അത്തരത്തിലുള്ളൊരു സ്ത്രീയാണ്. അപ്പോൾ ഇത് ഏതാണ്ട് ചൂടുപിടിച്ച് വരികയായിരുന്നു. പക്ഷെ നമ്മുടെയൊക്കെ മഹാഭാഗ്യം കൊണ്ട് ഇന്ന് അത് DCC പ്രസിഡൻ്റായിട്ടുള്ള മുഹമ്മദ് ഷിയാസും കൂടാതെ എറണാകുളത്തെ MP ആയിട്ടുള്ള ഹൈബി ഈഡനും കൂടി ആ പ്രശ്നം ഏതാണ്ട് പറഞ്ഞ് ഒത്തുതീർപ്പിലെത്തിച്ചിരിക്കുന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്തയാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഈ സന്തോഷ വാർത്ത എന്ന് പറയുന്നത് ഇതിനു മുമ്പ് തന്നെ ചില പ്രശ്നങ്ങളൊക്കെ അവിടെ ഉരുത്തിരിഞ്ഞ് വന്നിരുന്നു. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു വർഗീയമായിട്ടുള്ള ചേരിതിരിവിലേക്ക് ആ സമൂഹം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനിടക്ക് നമ്മുടെ യൂഹന്നാൻ മാർ മിലിത്തിയോസ് തിരുമേനി അദ്ദേഹം തന്നെ അധ്യാപകർക്കില്ലാത്ത നിബന്ധന എന്തിനാണ് കുട്ടികൾക്ക് കഴുത്തിൽ കുരിശുമാല, നെറ്റിയിൽ കുങ്കുമം, കയ്യിൽ ഏലസൊക്കെ നിരോധിക്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള പ്രസ്താവനകളായിട്ട് വന്നിരുന്നു. വേറെ ചില ആളുകൾ ഈ പറയുന്ന പോലെ ഇത് വസ്ത്രത്തിൻ്റെ സ്വാതന്ത്ര്യമല്ലേ, അതുകൊണ്ട് ഹിജാബ് ധരിക്കാൻ സമ്മതിക്കേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞു വന്നിരുന്നു. ഇതിൻ്റെയൊക്കെ ഉദ്ദേശം പണ്ട് കഴിഞ്ഞ തവണ ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ HD ദേവഗൗഡ, ഇന്ത്യൻ മുൻ പ്രധാനമന്ത്രി പറഞ്ഞ പോലെ ഇതൊന്നുമല്ല, തലയിലെ തുണിക്കഷ്ടമോ ഹിജാബോ ഒന്നുമല്ല പ്രശ്നം. ഇവരുടെ പ്രശ്നം മുഴുവൻ ഒരൊറ്റ കാര്യത്തിലാണ്, ഈ ജനങ്ങളെ എങ്ങനെ ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കാം, എങ്ങനെ വർഗീയമായി വിഭജിക്കാം എന്നുള്ളതാണ്. അതിലൂടെ 4 വോട്ട് കിട്ടുമോ എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് കൃത്യമായി HD ദേവഗൗഡ പറഞ്ഞിരുന്നു, ഹിജാബ് അല്ല വോട്ടാണ് പ്രശ്നം കർണാടകത്തിൽ ഈ പ്രശ്നമുണ്ടായപ്പോൾ. പിന്നെ മറ്റ് നാടിൻ്റെ പല ഭാഗങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇറാനിൽ നമുക്കറിയാം മഹ്സ ആമിനി എന്ന് പറയുന്നൊരു പെൺകുട്ടി, ആ പെൺകുട്ടി ഹിജാബ് ധരിച്ചതിന് ശേഷം കാറ്റ് വന്ന് ചെറുതായിട്ടൊന്ന് മാറിപ്പോയതിനാണ് അതിനെ ഈ പറഞ്ഞ പോലീസുകാർ പിടിച്ച് തള്ളിക്കൊന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ അതിശയം തോന്നും. അങ്ങനെ അതിശയപ്പെടേണ്ട, അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ട്. അവർ വളരെ ഗംഭീരരായിട്ടുള്ള ആളുകളാണ്. അവിടെ സദാചാരം നോക്കാൻ വേണ്ടി ഇതുപോലെ മതാന്ധത ബാധിച്ചിട്ടുള്ള പോലീസ് തന്നെയുണ്ട്. ആ പോലീസ് സ്ത്രീകളുടെ വസ്ത്രധാരണം നോക്കുന്നതാണ് പണി എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെയൊക്കെ അത്തരത്തിലുള്ള ആളുകളെ പൂവാലന്മാരെന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കലുങ്കേറിയിരുന്ന് മറ്റേ വൃത്തികേട് കാണിക്കുന്ന ആളുകളൊക്കെ ആയിട്ടാണ് പരിഗണിക്കുന്നതെങ്കിൽ അവിടെയൊക്കെ അതിനു വേണ്ടി തന്നെ ഒരു സേനയെ തന്നെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും അവസാനം ജനങ്ങളുടെയൊക്കെ വലിയ പ്രതിഷേധമുണ്ടായപ്പോൾ സേനയൊക്കെ എടുത്ത് ആളുകൾ വലിച്ചെറിയുമെന്ന് മനസ്സിലായപ്പോൾ പിന്നെ ഒരു CCTV ക്യാമറകൾ വെക്കുകയും ഇതിനൊക്കെ ഫൈൻ ഈടാക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ പല രാജ്യങ്ങളിലും നടക്കുന്നുണ്ട്. അത്തരത്തിൽ ഇല്ലാത്ത രാജ്യങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള ആളുകൾ നുഴഞ്ഞു കയറാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള അഫ്ഗാനിസ്ഥാനിൽ അദ്ദേഹത്തിൻ്റെ ഒരു മന്ത്രി നമ്മളിവിടെ വന്നിട്ട് പോയുള്ളൂ, ആ മുത്തഖി, അദ്ദേഹം വന്നിട്ട് പോയപ്പോൾ അദ്ദേഹത്തിനോടൊക്കെ ചോദിച്ചു നോക്കിയാൽ അറിയാം. അവിടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീക്ക് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഭർത്താവോ അല്ലെങ്കിൽ പുരുഷനോ ഒക്കെ കൂടെ വേണം. പിന്നെ ജനലിൻ്റെ സൈഡിൽ നിൽക്കാൻ പാടില്ല, വാതിലിൻ്റെ സൈഡിൽ നിൽക്കാൻ പാടില്ല. അപ്പോൾ അത്തരത്തിലുള്ള നിരവധി നിബന്ധനകളുണ്ട്. അങ്ങനെ വളരെ പരിഷ്കൃതമായിട്ടുള്ള രാജ്യങ്ങളാണ് ഈ പറയുന്ന പോലെ ഇറാനും അതുപോലെ അഫ്ഗാനിസ്ഥാനും ഒക്കെ. ഇവരുടെയൊക്കെ തലതൊട്ടപ്പൻ എന്ന് പറയുന്നത് ഈ പറയുന്ന മുസ്ലിം ബ്രദർഹുഡിൻ്റെയൊക്കെ ആളുകളാണ്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നാടുകളാക്കി നമ്മുടെയൊക്കെ മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇവരൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും അത്തരത്തിൽ വലിയ തോതിലുള്ളൊരു സാമൂഹികമായിട്ടുള്ള വേർതിരിവും വിഭാഗീയതയൊക്കെ ഉണ്ടായേനെ. യഥാർത്ഥത്തിൽ ഇവരുടെ ഈ കുത്തിത്തിരിപ്പുകളൊക്കെ ആരെ സഹായിക്കുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇവിടുത്തെ മുസ്ലിം ഇസ്ലാം ഫണ്ടമെൻ്റലിസ്റ്റുകളെയോ തീവ്രവാദികളെയോ അല്ല സഹായിക്കുന്നത് യഥാർത്ഥത്തിൽ എക്സ്ട്രീം സ്റ്റാൻഡ് എടുക്കുന്ന ഈ പറയുന്ന പല പരിവാര സംഘടനകളെയുമാണ് ഇതൊക്കെ സഹായിക്കാൻ പോകുന്നത്. കാരണം അവരുടെ വളർച്ചയ്ക്ക് ഇവരുടെ വളർച്ചയ്ക്ക് അവരും വളരെ സഹായകരമാണ്. അതിനിടയിൽ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ 1-2 വർഗീയ കലാപങ്ങളോ ചിലപ്പോൾ ആളുകളുടെ ഈ പറഞ്ഞ പോലെ കയ്യോ കാലോ പോകലോ ചിലപ്പോൾ കൊല്ലപ്പെടലോ ഒക്കെ ഉണ്ടാകും എന്നുള്ളതാണ് വാസ്തവം. ഇതൊക്കെ കൂടിയാൽ എന്തായാലും മഹാഭാഗ്യം. എനിക്ക് 2 പേരെ അഭിനന്ദിക്കാതെ വയ്യ. അതൊന്ന്
വളരെ സെക്കുലർ ആയിട്ടുള്ള ജോർജ് ഈഡന്റെ മകനായിട്ടുള്ള ഹൈബി ഈഡനാണ്. ഹൈബി ഈഡൻ എന്ന് പറയുന്ന എറണാകുളം ജില്ലയിലെ എം പിയും എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിലെ എം പിയും അതുപോലെ തന്നെ മുഹമ്മദ് ഷിയാസും കൂടി ഇന്ന് രാവിലെ ഈ പറയുന്ന പിതാവായിട്ടുള്ള PM അനസിന്റെ വീട്ടിലെത്തുകയും അദ്ദേഹത്തോട് സംസാരിച്ച് അവരെന്ത് മായാജാലം പ്രയോഗിച്ചിട്ടാണെന്ന് അറിയില്ല, അദ്ദേഹം ഈ പറയുന്ന സ്കൂൾ യൂണിഫോമിൽ തന്നെ കുട്ടി സ്കൂളിൽ വന്നോളാം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ അതിനുശേഷം ഒരു സ്കൂളിൽ വന്നിട്ട് ചർച്ച ചെയ്യുകയും പിന്നെ ഇദ്ദേഹവുമായിട്ട് ഇരുത്തിക്കൊണ്ട് തന്നെ ചർച്ച നടത്തുകയും ചെയ്തുകൊണ്ട് ആ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് താൽക്കാലികമായി ഇതിൽ ഈ എന്തെങ്കിലും തരത്തിൽ ചോര കുടിക്കാൻ വരുന്ന ആളുകൾക്ക് തൽക്കാലം ഒരു സദ്യ കിട്ടില്ല എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ നിങ്ങൾ നിരാശരാവേണ്ട, ഏതാണ്ട് കേരളത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതിനി വരും നാളുകളിൽ കൂടാനേ സാധ്യതയുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഇനി തെരഞ്ഞെടുപ്പ് എടുക്കുന്നതിന് മുമ്പ് വീണ്ടും എവിടെയെങ്കിലുമൊക്കെ പൊങ്ങി വരാനുള്ള സാധ്യതകളുണ്ട്. അതിനുള്ള കുൽസിത മാർഗങ്ങളും കുത്തിത്തിരിപ്പും ഒക്കെ ആയിട്ട് പാരകളും ഒക്കെ ആയിട്ട് ആളുകൾ പുറത്തു നിൽക്കുന്നുണ്ട്. പക്ഷെ ജനം വളരെ ജാഗ്രതയോടുകൂടി ഇരിക്കണം. എന്താണെങ്കിലും പ്രിയപ്പെട്ട സുഹൃത്ത് മുഹമ്മദ് ഷിയാസിനെയും അതുപോലെ ഹൈബി ഈഡനെയും ഒക്കെ അഭിനന്ദിക്കാതെ വയ്യ. താൽക്കാലികമായിട്ടാണെങ്കിലും ഈ അർബൻ നഗരത്തിൽ, കൊച്ചി പോലുള്ള നഗരത്തിൽ ഒന്നും ഇതുണ്ടാകില്ല എന്ന് വിചാരിച്ചിരുന്ന സ്ഥലത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്കൂളുകൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പള്ളുരുത്തി പോലുള്ള പ്രദേശമാണ്, അവിടെ ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗങ്ങളൊക്കെ ഉള്ളതാണ്. അതേസമയം പള്ളുരുത്തിയിൽ മുസ്ലിംസ് താമസിക്കുന്നുണ്ട്. കൂടാതെ ഫോർട്ട് കൊച്ചി അതിൻ്റെ തൊട്ടടുത്ത സ്ഥലത്തേക്ക് പോയാൽ അവിടെ കുറച്ചുകൂടി മുസ്ലിം ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ പറയുന്ന ഇവർക്ക് എങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്നൊക്കെ റിസർച്ച് ചെയ്തുകൊണ്ടാണ് ചില സ്കൂളുകളും കാര്യങ്ങളൊക്കെ ആളുകൾ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ വളരെ സ്വാഭാവികമായി അങ്ങോട്ട് നടന്ന കാര്യങ്ങളാണ് എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് സമൂഹം ജാഗ്രതയോടുകൂടി ഇരിക്കണം. എന്താണെങ്കിലും തൽക്കാലത്തേക്ക് നമുക്കൊരു ശാന്തി കിട്ടിയിരിക്കുന്നു. അതിന് എൻ്റെ ഈ പറഞ്ഞ പോലെ എല്ലാവിധ അഭിനന്ദനങ്ങളും മുഹമ്മദ് ഷിയാസിനും ഹൈബി ഈഡനും.